കണ്ണൂരിൽ ഡെപ്യൂട്ടി കളക്ടർ ഭൂമി തരംമാറ്റ അപേക്ഷ പിടിച്ചുവെച്ചത് സ്ഥലംമാറ്റം ഒപ്പിക്കാനെന്ന് അന്വേഷണ റിപ്പോർട്ട്. 548 അപേക്ഷകളാണ് കണ്ണൂരിൽ പിടിച്ചുവെച്ചത്. കൈക്കൂലി ലക്ഷ്യമിട്ട് ഫയൽ പിടിച്ചുവെച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ സിറോഷ് പി ജോണിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പോലും വകവയ്ക്കാതെയാണ് ഡെപ്യൂട്ടി കളക്ടർ പ്രവർത്തിച്ചിരുന്നതെന്നും സസ്പെൻഷൻ ഉത്തരവിലുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് കണ്ണൂർ വിഷന് ലഭിച്ചു. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് റവന്യൂ ഇൻസ്പെക്ഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത് കെടുകാര്യസ്ഥിതിയുടെ കൂമ്പാരം. കണ്ണൂർ താലൂക്കിലെ 548 ഫയലുകളാണ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. മതിയായ കാരണങ്ങൾ ഒന്നുമില്ലാതെ പിടിച്ചുവച്ച ഫയലുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ സിറോഷ് പി ജോണിന്റെ ഭാഗത്ത് മാത്രമാണ് ഇതിൽ വീഴ്ചയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ക്ലർക്കുമാരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പോലും സിറോഷ് പി ജോൺ നിരാകരിക്കുകയായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്ഥലംമാറ്റം ലഭിക്കുമെന്ന ഗൂഢ ഉദ്ദേശം ഡെപ്യൂട്ടി കളക്ടർക്ക് ഉണ്ടായിരുന്നതായ സംശയവും സസ്പെൻഷൻ ഉത്തരവിലുണ്ട്. ജോലിഭാരം കാരണമാണ് ഫയലുകൾ കെട്ടിക്കിടന്നതെന്ന സിറോഷ് പി ജോണിന്റെ വാദവും അന്വേഷണ സംഘം തള്ളി. മറ്റ് താലൂക്കുകളിൽ ഈ പ്രശ്നമില്ല. ഇരിട്ടി, പയ്യന്നൂർ താലൂക്കുകളുടെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർമാരുടെ ലോഗിൽ 9ഉം 20ഉം ഫയലുകൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൃത്യവിലോപം വ്യക്തമായതിനെ തുടർന്നാണ് ഡെപ്യൂട്ടി കളക്ടർ സിറോഷ് പി ജോണിനെ സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.